പ്രബീർ പുർക്കായസ്ത. എന്താ അദ്ദേഹം ചെയ്ത കുറ്റം? ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇന്ത്യയിലെ എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പ്രബീർ പുർക്കായസ്തയുടെ കൂടെ വന്നു? കേരളത്തിലെ എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പ്രബീർ പുർക്കായസ്തയുടെ കൂടെ വന്നു? ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ അവരുടെ മുഖമായിട്ട്, അവരുടെ അഭിമാന സ്തംഭമായി കൊണ്ടു നടക്കേണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന് പ്രബീർ പുർക്കായസ്ത എന്നല്ലേ ഉത്തരം. അദ്ദേഹത്തെ 6 മാസത്തോളാണ് 75-ാമത്തെ വയസ്സിൽ 6 മാസം അദ്ദേഹത്തെ തടവിലിട്ടു. ഈ പ്രബീർ പുർക്കായസ്ത അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് 1.5 കൊല്ലം JNUവിലെ SFI പ്രവർത്തകനായിരിക്കെ അദ്ദേഹത്തെ തടവിലിട്ടാണ്. ആ പ്രബീറാണ് ഈ ഭരണകൂടത്തിന് ഒത്താശ പാടുന്ന, ഭരണകൂടത്തിൻ്റെ ആഘോഷ പരിപാടികൾ നടത്തുന്ന ഒന്നായിട്ട് ഞാൻ തൻ്റെ മാധ്യമത്തെ മാറ്റില്ല എന്നും, എൻ്റെ മാധ്യമം തൊഴിലാളികളുടെയും കർഷകരുടെയും ഈ നാട്ടിലെ സാധാരണക്കാരുടെയും ജീവിത പ്രശ്നങ്ങൾ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ച മനുഷ്യനല്ലേ പ്രബീർ പുർക്കായസ്ത. ആ കാരണം കൊണ്ടാണ് ന്യൂസ് ക്ലിക്കിനെ വേട്ടയാടുകയും പ്രബീർ പുർക്കായസ്തയെ ജയിലിലടക്കുകയും ചെയ്തത്. ഇന്ന് ആ കേസ് മുഴുവൻ അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. എത്ര ടീസ്റ്റാ സെതൽവാദ്, ഇന്ത്യയിലെ ജനാധിപത്യ പോരാട്ടത്തിൻ്റെ, മനുഷ്യാവകാശ പോരാട്ടത്തിൻ്റെ, വർഗീയതക്കെതിരായ പോരാട്ടത്തിൻ്റെ മുഖമാണ് ടീസ്റ്റാ സെതൽവാദ്. ടീസ്റ്റാ സെതൽവാദിനെ മാസങ്ങളോളം ജയിലിലിട്ട് അവർ നടത്തിയ പോരാട്ടത്തിൻ്റെ പേരിൽ തടവിലാക്കിയ ഭരണകൂടമാണ് ഇവിടെയുള്ളത്. ആനന്ദ് തെൽത്തുംഡെ 72-ാമത്തെ വയസ്സിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനും അധ്യാപകനും സാമൂഹിക പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ആനന്ദ് തെൽത്തുംഡെ. ഇന്ത്യയിലെ സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥികൾ ആനന്ദ് തെൽത്തുംഡെയുടെ ഓരോ എഴുത്തും വായിക്കാൻ വേണ്ടിയിട്ട് കൊതിയോടുകൂടിയിട്ട്, ആകാംക്ഷയോടുകൂടിയിട്ട് കാത്തിരിക്കുന്നവരാണ്. അദ്ദേഹം തടവിലിടപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും ആളുകൾ കരുതിയിരുന്നില്ല. ആ ആനന്ദ് തെൽത്തുംഡെയാണ് 3 വർഷത്തോളം ഈ ഭരണകൂടം രാജ്യദ്രോഹ കുറ്റം ചാർത്തിയിട്ട് ജയിലിലിട്ടുള്ളത്. ഇങ്ങനെ എത്രയോ ആൾ, സുധാ ഭരദ്വാജിനെ പോലെയുള്ള ആളുകൾ, ഇങ്ങനെ എത്രയോ ആളുകളെ ഈ ഭരണകൂടം തങ്ങൾക്കെതിരായിട്ട് ശബ്ദമുയർത്തിയിട്ടുള്ള പേര് പറഞ്ഞുകൊണ്ട് നിശബ്ദമാക്കാൻ വേണ്ടി നോക്കൂ. ഈ രാജ്യത്തിൻ്റെ മാധ്യമപ്രവർത്തകരെ, എഴുത്തുകാരെ, അധ്യാപകരെ, വിദ്യാർത്ഥി പ്രവർത്തകരെ, സാമൂഹിക പ്രവർത്തകരെ, ഇവരെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ ക്രൂരമായി വേട്ടയാടുമ്പോഴുമാണ് ഇന്ത്യയിലെ യൗവനം പറയുന്നത് ഇതിൻ്റെ മുന്നിൽ ഭയപ്പെട്ട് ഞങ്ങൾ കീഴടങ്ങി തരികയില്ല എന്നുള്ളത്. ഇതിനപ്പുറം ഒരു പ്രതീക്ഷ, ഇതിനപ്പുറം ഒരാശ്വാസം ഈ പൊരുതിയ തലമുറക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. ഇന്നും ജയിലിലുള്ള ഈ ഓരോ മനുഷ്യരും, എനിക്കുറപ്പുണ്ട് ആ ജയിലിനകത്ത് അവർ ആവേശഭരിതരായിട്ട് പുറം ലോകത്തെക്കുറിച്ച് അവർ പ്രതീക്ഷയോടുകൂടിയിട്ടുള്ള സ്വപ്നങ്ങൾ നെയ്യുന്നുണ്ടാകും എന്നുള്ളത്.